ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് സിംബോളോൻ്റെ വാൾ ഹാങ് ടൈപ്പ് ക്ലോസറ്റാണ് നമുക്ക് പരിചയപ്പെടുന്നത്. അത്യാവശ്യം ടോപ്പ് കമ്പനികളിലൊന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പല രീതിയിൽ നമുക്ക് ഈ വാൾ ഹാങ് പിടിപ്പിക്കാം. ഇത് നമ്മളിപ്പോൾ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് വരുന്ന സ്ഥലത്താണ്. കൺസീൽഡ് ഫ്ലഷിൻ്റെ വരുന്ന ഔട്ട് വരുന്ന ഏരിയകളിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. MRP കൊടുത്തിരിക്കുന്നത് 10,300 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിനേക്കാൾ കുറച്ചുകൂടി റേറ്റ് കുറച്ച് നമുക്ക് എന്തായാലും കിട്ടുന്നതാണ്. ഇതാണ് നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന ക്ലോസറ്റാണ്. ഏകദേശം ഒരു നല്ല രീതിയിൽ ഒരു 40 കിലോ റേഞ്ച് വരുന്ന ക്ലോസറ്റ് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് വശം കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം നമ്മളിതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇതിൻ്റെ ട്രാപ്പ് സിസ്റ്റം വരുന്നത്, പിന്നെ 4 ഇഞ്ച് ഔട്ട് വരുന്നത്, അതിൻ്റെ അകത്ത് കാണുന്നതാണ് 4 ഇഞ്ചിൻ്റെ ഔട്ട് വരുന്നത്. അതാണ് നമ്മുടെ ഡ്രൈനേജിലേക്കുള്ള ഔട്ട് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 1.25 ഇഞ്ച് പൈപ്പാണ് നമുക്ക് ഫ്ലഷിന് വേണ്ടിയിട്ട് വരുന്നത്. ഇതതിൻ്റെ ട്രാപ്പ് സിസ്റ്റം വരുന്നത് അതിന് ഏറ്റവും ഉള്ളുവശമാണ് കാണുന്നത്. കാരണം മുകളിൽ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അകത്താണ് നമ്മളിതൊന്ന് കാണുന്നത്. അപ്പോൾ ഡ്രൈനേജ് ഔട്ട് വന്നു. ഈ രണ്ട് പറയുന്ന ഹോളുകളിലാണ് നമ്മുടെ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഇതിലാണ് 1.25 ഇഞ്ച് പൈപ്പ് ഔട്ട് വരുന്നത്. ഇത് 4 ഇഞ്ച് ഔട്ടാണ് വരുന്നത്. 4 ഇഞ്ച് ഔട്ട് ഡ്രൈനേജിൻ്റെ ഔട്ട്. തൊട്ട് താഴെ കാണുന്ന 1.25 ഇഞ്ചാണ് വെള്ളം അതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇത് കൺസീൽഡ് ഫ്ലഷാണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. അത് കൺസീൽഡ് ഫ്ലഷ് അതിൻ്റെ ഹാഫ് ഫ്രെയിം വരുന്നതുകൊണ്ട് നേരിട്ട് നമുക്ക് ഇതിലേക്ക് ഫ്രെയിമിലാണ് ഈ പറയുന്ന ന്യൂറോ സ്ക്രൂ കാര്യങ്ങളെല്ലാം നെറ്റ് ബോൾട്ട് കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ വാഷ് ഉണ്ടോ, ഇത് ജബ്രീറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ വന്നിരിക്കുന്ന കൺസീൽഡ് ഫ്ലഷാണ്. ഈ വാഷ് ഇത് നിങ്ങൾക്ക് കറക്റ്റാണ്. കാരണം വേറെ ഒന്നുമില്ല, മാക്സിമം കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കും, ലീക്ക് കാര്യങ്ങളെല്ലാം തന്നെ കുറവായിരിക്കും. ഇനി വരുന്ന 1.25 ഇഞ്ച് പൈപ്പ്, അത് അതിൻ്റേതായ വാഷും കാര്യങ്ങളെല്ലാം തന്നെ ജബ്രീറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് തന്നിരിക്കുന്നത്. ഇത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ലെവൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്തേക്ക് എത്ര ടൈപ്പ് കയറുന്നുണ്ടോ അതിൽ നിന്നും മാക്സിമം, പിന്നെ ക്ലോസറ്റിൻ്റെ അകത്തേക്ക് എത്ര കയറുന്നു, ഇതെല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്യണം. കൂടാനും പാടില്ല, ഒട്ടും തന്നെ കുറയാനും പാടില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ലീക്ക് വരും, കൂടി കഴിഞ്ഞാൽ ഭിത്തിയോട് ക്ലോസറ്റ് അടുക്കില്ല. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. 4 ഇഞ്ചാണെങ്കിലും അതുപോലെ തന്നെ, അതായത് ഈ പറയുന്ന ഡ്രൈനേജ് ഔട്ടാണെങ്കിലും 1.25 ഇഞ്ചാണെങ്കിലും കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം അതിന് വെക്കാനായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നുണ്ട് 2 ബോൾട്ടിലാണ് നമ്മളിത് ഉറപ്പിക്കുന്നത്. പിന്നെ വരുന്ന കമ്പനി തന്നിരിക്കുന്ന അലൈനിങ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ ടൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഈ ക്ലോസറ്റ് ഉറപ്പിക്കാൻ തന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അലൈനിങ് വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നതായിട്ട് നല്ലത്. നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുറച്ച് റിസ്ക്കിയാണ്, എന്നാൽ തന്നെ നെറ്റ് ബോൾട്ട് ടൈറ്റാണ് ഏറ്റവും ബെറ്റർ. കാരണം അത്ര സ്ട്രോങ് ആയിരിക്കാൻ ചാൻസസ് കുറവാണ്. കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം വെയിറ്റ് കൂടിയ ആളുകളൊക്കെ വന്ന് ഒറ്റ ഇരിപ്പാണ് നമ്മളതിലകത്ത് ഇരിക്കുന്നതെങ്കിൽ, അതായത് കുറച്ച് ഫോഴ്സ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റായിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ മോഡൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും നമുക്ക് അത്ര സേഫ്റ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് നെറ്റ് ബോൾട്ട് ഇട്ട് കുറച്ച് റിസ്ക്കിയാണ്. കൈ അതിൻ്റെ അകത്തേക്ക് കിടക്കണം. ഈ ഗ്യാപ്പിലൂടെ കൈ ഇട്ട് കറക്റ്റ് നെറ്റ് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. അത് സ്പാനർ ഉപയോഗിച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ്, കുറച്ച് സമയം കൂടുതലെടുക്കും. എന്നിരുന്നാൽ തന്നെ അതായത് കസ്റ്റമറിൻ്റെ സേഫ്റ്റി ഏറ്റവും നല്ലത് നെറ്റ് ബോൾട്ട് ഇട്ട് തന്നെ ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you